പ്രിയപ്പെട്ട കേരള ജനതയോട്, ഒരിക്കലും നിങ്ങൾ കരുതുന്ന പോലെ വി.ഡി. സതീശൻ എന്നൊരു വ്യക്തിയുടെ മിടുക്ക് മാത്രം കൊണ്ടല്ല UDF അധികാരത്തിൽ വന്നത്. 5 വർഷം കൂടുമ്പോൾ കേരളത്തിൽ മാറ്റമുണ്ടാവാറുണ്ട്. സ്വാഭാവികമായും 10 വർഷം കഴിയുമ്പോൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും, അല്ലെങ്കിൽ ഭരണം ആവറേജ് ആണെങ്കിലും മോശമാണെങ്കിലും എന്താണെങ്കിലും ഒരു അധികാര മാറ്റം ഉണ്ടാവും. സ്വാഭാവികമായും വി.ഡി. സതീശൻ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുകയും ചെയ്യും. പക്ഷേ സത്യം, പ്രതിപക്ഷം എന്ത് ആരോപണങ്ങൾ ആണ് ഭരണത്തിനെതിരെ കൊണ്ടുവന്നത്, എന്താണ് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത്? പ്രത്യേകിച്ച് സ്ട്രൈക്കിംഗ് ആയ ഒരു പോയിന്റ് നമുക്ക് ഓർമ്മയിലില്ല. സ്വാഭാവികമായ ജനവികാരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഉണ്ടായ പാർട്ടിക്കെതിരായ ഒരു പ്രതിരോധം, ഇങ്ങനെ പല കാരണങ്ങളാണ് ഭരണത്തെ UDF അധികാരത്തിലേക്ക് വരാൻ സഹായിച്ചത്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വളരെയധികം ആളുകൾ വി.ഡി. സതീശന് വേണ്ടി ശബ്ദിക്കുന്നുണ്ട്. ഒരു പ്രത്യേക പാർട്ടിയും പ്രത്യേക വിഭാഗവും വളരെയധികം ഘോരം ശബ്ദിക്കുന്നുണ്ട്. എന്താണ് കാരണം? അതിന് കാരണം ഒന്നേ ഉള്ളൂ. അവർ വിചാരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനും NSS സുകുമാരൻ നായരും വി.ഡി. സതീശനെതിരെ സംസാരിച്ചപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായി, ഈ പ്രത്യേക ടീമുകൾക്ക്. കാരണം എന്താണ്? അവർ വിചാരിക്കുന്നത് ഇദ്ദേഹം അവർക്കെല്ലാം എതിരാണെന്നാണ്, ഈ NSSനും SNDPക്കും എതിരാണെന്നാണ്. പക്ഷെ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം അവർക്കൊന്നും എതിരല്ല. വോട്ട് കിട്ടാനുള്ള ഓരോ നമ്പറുകളാണ്. പ്രിയപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, മതവും രാഷ്ട്രീയവും തമ്മിൽ മിക്സാക്കാൻ നിൽക്കരുത്. അത് ആരാണെങ്കിലും, ഏത് മതവിഭാഗമാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയവും മതവും തമ്മിൽ മിക്സാക്കരുത്. രാഷ്ട്രീയത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഉള്ള ഒരേ ഒരു മാർഗം, ഉള്ള ഒരു ഐഡൻറ്റിക്കൽ ചോയ്സായി മാത്രം കാണുക. അല്ലാതെ അതിലേക്ക് മതവും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ഒരാളുടെയും കമ്മ്യൂണൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപാധിയായി മാത്രം കരുതരുത്.